ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇസ്രായേൽ യമനിലോട്ട് നടത്തിയ മാരകമായ ഒരു ആക്രമണത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്തതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു ഈ ഒരു അറ്റാക്ക് നടക്കുമെന്നുള്ളത്. ഇസ്രായേൽ ഈ തവണ ചെയ്തിരിക്കുന്ന ഒരു അറ്റാക്ക്, അതായത് 26-ാം തീയതി 26th ഈ ഒരു രാത്രിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ മാരകമായ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്താണ് പ്രിസൈസ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇതിൽ 22 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 17 പേർക്ക് ഗുരുതരമായ പരിക്ക്. ഇതിൽ അറ്റാക്ക് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ 100 ഫ്ലൈറ്റുകൾ, 100 ഫൈറ്റർ ജെറ്റുകളുമായിട്ടാണ് ഇസ്രായേൽ പോയി ഈ ഒരു അറ്റാക്ക് നടത്തിയത്. ഇത് നടത്തുന്ന സമയത്ത് തന്നെ അവിടെ UN-ഉമായിട്ട് ബന്ധപ്പെട്ട 2 ഉദ്യോഗസ്ഥർ ആ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ടെഡ്രോസ് ആണ്. ഇവരവിടെ പോയത് വേറെ പർപ്പസിനാണ്. ഇവരവിടെ പോയത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദികളുടെ ഇടയിൽ യുവമാർക്ക് എന്താണ് പണി എന്ന് നോക്കുമ്പോഴത്തേക്കും ഇവര് ഓൾറെഡി തന്നെ UN-ന്റെ കുറച്ച് റെപ്രസെന്റേറ്റീവ്സിനെ ഇവർ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് യമനിൽ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരെ വിട്ടുകിട്ടാനുള്ള, റിലീസ് ചെയ്യാനുള്ള ഏർപ്പാടുമായിട്ടാണ് അവിടെ ഡിസ്കസ് ചെയ്യാൻ പോയത്. പക്ഷെ ആ സമയത്താണ് ഇസ്രായേൽ ഈ ഒരു അറ്റാക്ക് നടത്തിയത്. പക്ഷെ ഇവരവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല നടത്തിയത്. ഇസ്രായേൽ കൃത്യമായിട്ട് അവരുടെ ദൗത്യം പൂർത്തിയാക്കാനാണ് മുന്നോട്ട് പോയത്. ഇത് എന്തിന്റെ പേരിലാണ് ഇസ്രായേൽ ഈ ഒരു അറ്റാക്ക് നടത്തിയെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതോടുകൂടി നിർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യുവമാർ അടങ്ങിയിരിക്കുന്ന ഏർപ്പാടില്ല. യുവമാർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ വീണ്ടും ഡെയിലി ഓരോ ബാലിസ്റ്റിക് മിസൈൽസും ഡ്രോണുകളും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് അതിൽ ഒരു 5 ബാലിസ്റ്റിക് മിസൈൽ വിട്ടതിൽ 2 എണ്ണം ഇസ്രായേലിന്റെ ഉള്ളിൽ പതിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഒരു പാർക്കിലും മറ്റൊന്ന് വേറൊരു സ്ഥലത്തും കൂടെ, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലുമാണ് പതിച്ചത്. അപ്പൊ ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ്, അതായത് റിറ്റാലിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇറാനെ അടിക്കണോ അല്ലെങ്കിൽ യമനിൽ ത്രൂ പോകണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ ഹൂത്തികളുടെ നേതാവ് ഒരു വെല്ലുവിളി അവിടെ നടത്തി. അതായത് യമന്റെ ഹൂത്തികളുടെ മിസൈൽ കണ്ട് ഇസ്രായേൽ കണ്ണും തള്ളി ഇരിക്കുകയാണ് എന്നുള്ള ടെംപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം അവിടെ നിന്ന് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇസ്രായേലിനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്ട്സ് എന്ന് പറഞ്ഞ വ്യക്തി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ആ പറഞ്ഞ ഡയലോഗ് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. അത് എന്താണ് പറയുന്നത് പറഞ്ഞാല്, ഹൂത്തികളുടെ ലീഡർ മാത്രമല്ല, എത്ര ലീഡേഴ്സ്, കമാൻഡോസ്, ഇങ്ങനെയൊക്കെ സെക്ഷനായിട്ട് വരുമല്ലോ ഹൈറാർക്കി ബേസിസിൽ. ഓരോ ആൾക്കാരെയും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെല്ലാരെയും ഓരോരുത്തരെയായിട്ട് ഇസ്രായേൽ വേട്ടയാടും എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹണ്ട് ഡൗൺ ഓരോരുത്തമാരെയും വേട്ടയാടും എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ രീതിയിൽ ഇസ്രായേൽ ഇപ്പൊ പണി തുടങ്ങിയിരിക്കുകയാണ്. ഹൂത്തികളുമായിട്ടുള്ള കളി ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇത് നാളെ തൊട്ട് ഇനിയിപ്പോ അറിയാൻ പറ്റും എന്താണ്. അവരും വെറുതെ ഇരിക്കൂല. ഈ ഹൂത്തികൾ ഇതേപോലെ ഹിസ്ബുള്ളയെ പോലെ തന്നെ കുറച്ച് നെഗളിപ്പുള്ള ആൾക്കാരാണ്. അവന്മാർ ഇതേപോലെ തുടങ്ങും. ഇനിയിപ്പോ നാളെ തൊട്ട് നല്ല രീതിയിലുള്ള മിസൈൽ അറ്റാക്കുകൾ തുടങ്ങും, ആക്രമണങ്ങൾ തുടങ്ങും. അത് തുടങ്ങുന്ന സമയത്താണ് ഇനിയിപ്പോ അങ്ങോട്ട് കളിയിരിക്കുന്നത്. കുറച്ചുകൂടെ കടുത്ത രീതിയിലുള്ള അറ്റാക്കാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. ഈ അറ്റാക്ക് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സന ഇന്റർനാഷണൽ എയർപോർട്ടാണ് അറ്റാക്ക് ചെയ്തത്. ഈ എയർപോർട്ടിന്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ റൂം, അതേപോലെ ഒരു എയർക്രാഫ്റ്റ്, അതേപോലെ കൺട്രോൾ റൂം, റൺവേ, ഇതാണ് എയർപോർട്ടിന്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്തത്. കാരണം ഇസ്രായേലിന് ഈ ഒരു എയർ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി, അതുകൊണ്ടാണ് അവർ എയർപോർട്ടിനെ അറ്റാക്ക് ചെയ്തത്. ഇവരുടെ കമോഡിറ്റി, അതായത് ഇവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ തടയാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം അവിടെയാണല്ലോ ഈ ആയുധങ്ങൾ കടത്തുന്നത്. അപ്പൊ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ എയർപോർട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് പ്രാഥമികമായിട്ടുള്ള വിവരത്തിൽ അറിയാൻ പറ്റുന്നത്. കാരണം അവിടെ ഒരു വെപ്പൺ ഷിപ്മെന്റ്, ഈ ആയുധക്കടത്ത് അവിടെ നടക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു അറ്റാക്ക് നടത്തിയതായിട്ട് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ് കേട്ടോ. ഹെസിയാസ്, റാസ് ഖത്തീബ് എന്ന് പറഞ്ഞ 2 പവർ സ്റ്റേഷൻസ്, അതായത് കറണ്ട് സപ്ലൈ കിട്ടുന്ന 2 സ്ഥലം, പവർ സ്റ്റേഷൻസ് അടിച്ച് തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ യമന്റെ വെസ്റ്റേൺ സൈഡിലുള്ള കോസ്റ്റിലുള്ള അൽ ഹുദൈദ, അതുപോലെ പിന്നെ അതുപോലെ കനാദീബ് എന്ന് പറഞ്ഞ പോർട്ട്, ഇത് യമന്റെ വെസ്റ്റേൺ കോസ്റ്റിലുള്ള പോർട്ടുകൾ, ഈ പോർട്ടുകളും അടിച്ച് തകർത്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അവർക്ക് ഈ പോർട്ട് വഴിയും വെപ്പൺ കടത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ടാർഗറ്റ്. ഇലക്ട്രിസിറ്റി, അത് പവർ എനർജി സോഴ്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് 2 ഏരിയാസ്. അതുപോലെ എയർപോർട്ട് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, സീ പോർട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കൃത്യമായിട്ടുള്ള പ്രിസൈസ് അറ്റാക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ചുമ്മാ വെറുതെ പോയിട്ട് തറയിൽ ഇട്ടിട്ട് വരുന്ന പരിപാടിയൊന്നുമില്ല. കൃത്യമായിട്ട് അവർക്ക് എക്കണോമിക് ലോസ്, അതേപോലെ അവരുടെ കമോഡിറ്റി, ഇതേപോലത്തെ അവരുടെ എതിരാളികളെ കൃത്യമായിട്ട് അവർക്ക് ഏതാണോ അവരുടെ സോഴ്സ്, ആ സോഴ്സിനെ അറ്റാക്ക് ചെയ്ത ഒരു ശീലം പണ്ട് തൊട്ടേ ഇസ്രായേലിനുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു വെൽ പ്ലാൻഡ് പ്രിസൈസ് അറ്റാക്ക് ആയിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ യമനിൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം യമൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ രീതിയിലുള്ള വലിയ ഒരു പോർഷായിട്ടുള്ള ഒരു രാജ്യമൊന്നുമല്ല യമൻ എന്ന് പറയുന്നത്. അവിടെ മൊത്തം മലയും കുന്നുകളൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ ഇവന്മാരുടെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയുന്നതാണ്. അടുത്ത നമ്മൾ ചൈനയുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ചൈനയെ കുറിച്ചൊരു പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. അതായത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിനെ കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ ആണ്. ആ പ്രഡിക്ഷനിൽ എന്താണ് പറയുന്നത് പറഞ്ഞാൽ ചൈനയുടെ ഗ്രോത്ത്
ഇനിയും താഴോട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും മോളോട്ട് വരുന്നതായിട്ടുള്ള ഒരു ഗ്രാഫ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വേൾഡ് ബാങ്ക് അതായത് 2024-2025 ഈ ഒരു വർഷത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ചൈനയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് ഇനിയും കുറയാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അതിന് 2-3 കാരണങ്ങൾ ഈ ഒരു വേൾഡ് ബാങ്ക് ഇത് പറയുന്നുണ്ട്. ആ 2-3 കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല വളരെ താഴോട്ടാണ്. അതിപ്പോഴും ബൂം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് നമ്പർ 1 റീസൺ ആണ്. രണ്ടാമത്, ഈ ഒരു US ട്രംപ് വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് വിട്ടിട്ടുണ്ടായിരുന്നു ചൈനയുടെ മേളിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്ന താരിഫ്. ഇതുകൊണ്ട് പുതിയ മാനുഫാക്ചറിംഗ് കമ്പനികളായാലും ആ മാനുഫാക്ചറിംഗ് കമ്പനികളുടെ വിശ്വസ്തതയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആയാലും കൂടുതൽ താല്പര്യം ചൈനയോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ. ഇനി മൂന്നാമത് പറയുന്നത്, ചൈനയുടെ ഉള്ളിൽ തന്നെ പ്രോപ്പർട്ടിയുടെ ഡിമാൻഡ് വളരെ കുറഞ്ഞിരിക്കുന്നു. അതായത് ജനങ്ങളുടെ ഉള്ളിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നീഡ് വളരെ കുറഞ്ഞിരിക്കുന്നതാണ്. കാരണം അവിടെ പുതിയ സപ്ലൈസോ അല്ലെങ്കിൽ പുതിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു താരിഫിന്റെ വിഷയം ഡെയിലി കമോഡിറ്റിയിൽ വരുന്ന ബിസിനസ്, ഡേ ടു ഡേ ബിസിനസ്സിൽ വരുന്ന ഇൻകമിനെ അഫക്ട് ചെയ്യുന്നു, ആ ഒരു പ്രോഫിറ്റിനെ ഡൗൺഫോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ആൻഡ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വരുന്ന ഡിമാൻഡിന്റെ കുറവ്, അതായത് ആൾക്കാരിലേക്ക് ഈ ഒരു ഡൊമസ്റ്റിക്കലി തന്നെ ഉള്ള ഒരു ഡിമാൻഡിന്റെ കുറവ് ഇൻവെസ്റ്റേഴ്സിനെയും കൂടെ തടയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചൈനയ്ക്ക് 2023 കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 2024 ഒരു 3 ട്രില്യൺ എക്കണോമിയുടെ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി ചൈനയുടെ പഴയ ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പം വളരെ തുച്ഛമായ നിലയിൽ, അതായത് 2.5% റേഞ്ചിലാണ് ഇപ്പം ചൈനയുടെ ഒരു ഗ്രോത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചൈനയുടെ ഇൻകം അവിടെ കുറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്തായാലും വലിയ കുഴപ്പമുള്ള കാര്യമല്ല. ചൈനയ്ക്ക് വേൾഡ് ബാങ്ക് ഒരു സൊല്യൂഷൻ കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ചൈന ഓൾറെഡി തന്നെ സൗദി അറേബ്യയിൽ ഒരു പ്രോജക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്, നിയോം പ്രോജക്റ്റിൽ. അവിടെയും ഓൾറെഡി ബോണ്ട് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ഗ്ലോബൽ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് ആ ബോണ്ട് പർച്ചേസ് ചെയ്യുണ്ടായി. ഇപ്പൊ അത് സൗദി അറേബ്യയിലാണ് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ചൈന അടുത്ത് വെച്ചിരിക്കുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 410 ബില്യൺ ഡോളറിന്റെ ബോണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ചൈന. കാരണം അത്രമാത്രം അവർക്ക് അവിടെ ഉള്ളിൽ ക്രൈസിസ് ഉണ്ട് എന്നുള്ളതാണ്. 410 ബില്യന്റെ ബോണ്ട് അവർ ഓപ്പൺ ചെയ്യണം. അതായത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് റിസീവ് ചെയ്യണം. അവർ ട്രഷറി ബില്ല് പാസ്സാക്കി അത് വിൽക്കണം. ട്രഷറി ബില്ല് ഇനി വേറെ സബ്സ്ക്രൈബേഴ്സ്, പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് അത് മേടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി ചൈനയ്ക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഗ്രോത്തിന് സാധ്യതയുള്ളൂ. അപ്പൊ അതിന് അവർ വെച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് 411 ബില്യൺ എന്നുള്ളത്. 411 ബില്യൺ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയല്ല. അപ്പൊ അത്രയും ബോണ്ട് റിസീവ് ചെയ്ത് ഒരു വർഷത്തിനകത്ത് ഇത്രയും എമൗണ്ട് റിസീവ് ചെയ്ത് ആ ഒരു എക്കോണമി റൺ ചെയ്താൽ മാത്രമേ അവർക്ക് ഇനി എന്തെങ്കിലും കുറച്ചൊക്കെ മുന്നോട്ടങ്ങ് വരാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥിതി അങ്ങ് തുടരും, അത്രേ ഉള്ളൂ. പൈസ ഇല്ല എന്നില്ല ചൈനയിൽ, പക്ഷെ ഗ്രോത്ത് ഉണ്ടാവില്ല. എല്ലാവരുടെയും വലിയ ലോക പോലീസ് കളിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, US ശരിക്കും പറഞ്ഞാൽ 2,20,000 പേർക്ക് തൊഴിലില്ല എന്നുള്ളതാണ്, ജോലിയില്ല. ഇപ്പൊ ഈ ഇയർ എൻഡ് ആയതുകൊണ്ടാണ്, ഈ വർഷത്തിന്റെ അവസാനമായതുകൊണ്ടാണ് ഈ കണക്കുകളൊക്കെ പുറത്തു വരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടുള്ള കണക്കെടുപ്പിലാണ് 2,20,000 പേർക്ക് തൊഴിലില്ല എന്നാണ് പറയുന്നത്. അതായത് കുറെ ആൾക്കാർക്ക് 3 വർഷങ്ങളായിട്ട് തന്നെ തൊഴിലില്ലാന്ന് ഈ സർവേ എടുത്തതിൽ, ഈ സർവേയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കുറെ ആൾക്കാർക്ക് 3 വർഷമായിട്ട് തന്നെ തൊഴിലില്ല എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ ദയനീയ അവസ്ഥയാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ ചില ആൾക്കാർ ജോലി മാറുന്നില്ല. ഒരു റീസൺ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജോലി സ്വിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് 2-3 വർഷങ്ങളായിട്ട് തന്നെ ആൾക്കാർ ജോലി സ്വിച്ച് ചെയ്യുന്നില്ല, ഒരു ജോലി ഉയർച്ചയില്ല, പദവി ഉയർവ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി ഉണ്ടാകുന്നില്ല, വേക്കൻസീസ് കുറവാണ്. ഈ വേക്കൻസി ഉണ്ടാകാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹൈറാർക്കിയിൽ നിന്ന് ആൾക്കാർ അപ്പർ ലെവലിലേക്ക് ഉയർത്തപ്പെടുന്നില്ല, പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് വാക്കൻസീസ് വളരെ കുറവാണ്. ഇതിൽ പല രീതിയിലുള്ള കാരണങ്ങളാണ് ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഒരു ഇല്ലീഗൽ എമിഗ്രന്റ് കടന്നുകയറ്റം ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും US ഇപ്പൊ നേരിടുന്നത് ശരിക്കും പറഞ്ഞാൽ തൊഴിലില്ലായ്മയാണ്. ഈ തൊഴിലില്ലായ്മ ശരിക്കും ഫേസ് ചെയ്യുന്നുണ്ട്. 2,20,000 പേർക്ക് തൊഴിലില്ല എന്നുള്ളതാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിസിക്കൽ ഇയറിൽ, അതായത് 2024-25 ഫിസിക്കൽ ഇയറിൽ ഇന്ത്യ ഏതാണ്ട് 6.5% ഗ്രോത്ത്, GDPയിൽ ഗ്രോത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതില് പ്രഡിക്റ്റ് ചെയ്തിരുന്നത്, അതായത് പ്രൊജക്ഷൻ എന്തായിരുന്നു പറഞ്ഞാൽ 7%, അതായത് 6 to 7% ഗ്രോത്ത് ആണ് ഇന്ത്യൻ എക്കണോമിയിൽ GDPയിൽ ഗ്രോത്ത് പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഫിസിക്കൽ ഇയറിൽ ഇനി നമുക്കൊരു 3 മാസം കൂടെ ബാക്കിയുണ്ട്, ലാസ്റ്റ് ടേം. അപ്പൊ അതും കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഏതാണ്ട് 6.5% നമ്മളുടെ GDP ക്ലോസ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് കുറെ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു സൈഡും കൂടെ ഞാൻ പറയാം, അത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ത്യ ഒരു സൈഡിൽ ഈ ഒരു GDP ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ 11 മാസത്തെ മീറ്റിങ്ങുകളിലും 11 മന്ത്സ് മീറ്റിംഗിലും RBI റിപ്പോ റേറ്റ് മാറ്റിയിട്ടില്ല, 6.5% തന്നെയാണ് തുടരുന്നത്. അപ്പൊ അത് ഉയർത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യയിലേക്ക് വരും. പക്ഷെ അത് ഉയർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ പണപ്പെരുപ്പം കൂടും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിനെ കുറിച്ച്.
ഇതിൽ ഇന്ത്യ ചെയ്തൊരു കാര്യമുണ്ട്, ഈ ഡോളർ ഗെറ്റിംഗ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ, ഡോളർ ശക്തമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെതിരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റുപ്പീസ്, ഇന്ത്യൻ റുപ്പീസ് കുറച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒരുപാട് ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ ഇടിഞ്ഞിടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിൽ അതിൽ നിന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 50 ബില്യൺ ഡോളർ ഫോറിൻ കറൻസി എടുത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ചെലവാക്കിയിട്ടുണ്ട്. ഇതൊരു മോശപ്പെട്ട തീരുമാനമാണ്. കാരണം ഈ ഫോറിൻ കറൻസി എടുത്ത് ചെലവാക്കിക്കൊണ്ടല്ല ഇന്ത്യൻ റുപ്പി പിടിച്ചു നിർത്തേണ്ടത്. അതിന് ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷനും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെഫിസിറ്റ് റെഗുലറൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി റുപ്പീസിനെ പിടിച്ചു നിർത്തേണ്ടത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ റുപ്പി ഒരുപാട് താന്നു പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റുകൾ കുറയും. കാരണം റുപ്പിക്ക് മൂല്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയും, ഇൻവെസ്റ്റ്മെന്റിലേക്കുള്ള ട്രസ്റ്റ് കുറയും, ഗ്രോത്ത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം വരും. അപ്പൊ അതുകൊണ്ട് ഇൻവെസ്റ്റർ പൈസ ഇടത്തില്ല, പ്രത്യേകിച്ചും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കുറയും. അതുകൊണ്ട് തന്നെയാണ് റുപ്പി പിടിച്ചു നിർത്തണം എന്നുള്ള രീതിയിൽ ഈ ഒരു 50 ബില്യൺ എടുത്ത് ചെലവാക്കി ഒക്ടോബർ തൊട്ടേ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ റേഞ്ചിൽ ഏതാണ്ട് 50 ബില്യൺ US$ ഫോറിൻ റിസർവ്ഡ് കറൻസിയിൽ നിന്നും ഫോറിൻ റിസർവ്ഡ് ഫണ്ടിൽ നിന്നും എടുത്ത് ചെലവാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്, അത് റുപ്പി വീക്ക് ആകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്തതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് തുടരെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ മോശം പ്രവൃത്തിയായിട്ടാണ് കരുതപ്പെടുന്നത്. അതൊരു നല്ല എക്കണോമിസ്റ്റിനോ അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് അത് കരുതപ്പെടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ തുടരെ ഇതെടുത്ത് ചെലവാക്കിയിട്ട് റുപ്പി പിടിച്ചു നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരുപാധികം പരാജയപ്പെടും. അതൊരു തെറ്റായ തീരുമാനമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്ത് അപ്പൊ അങ്ങനെ നമ്മുടെ ഫോറിൻ റിസർവ് ഏതാണ്ട് 650 ബില്യൺ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഫോറിൻ റിസർവ്. അതൊരു ചെറിയ നെഗറ്റീവ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനെക്കുറിച്ച് നിർമ്മല സീതാരാമൻ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ റുപ്പി എന്തുകൊണ്ട് ഡൗൺ ആവുന്നു എന്ന് പറഞ്ഞുള്ള ചോദ്യത്തിനാണ് അവർ പറഞ്ഞ ഉത്തരം, റുപ്പി ഡൗൺ ആവുന്നതല്ല, ഡോളർ സ്ട്രോങ്ങർ ആകുന്നതാണ് ഇതിന്റെ കാരണമെന്നാണ് അവര് അതിന് മറുപടി പറഞ്ഞത്. പക്ഷേ ഇതിന് രണ്ടും ഉണ്ട് കേട്ടോ. രണ്ടെന്ന് പറഞ്ഞാൽ ഡോളർ സ്ട്രോങ്ങർ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകുന്നു, പക്ഷെ റുപ്പി വീക്ക് ആകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ റുപ്പി വീക്കും ആകുന്നു. അപ്പൊ അതിന്റെ കാരണം വെച്ചാൽ ഇവിടുത്തെ ഡെഫിസിറ്റ്, ഇറക്കുമതി കയറ്റുമതിയിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റ് ആണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തത്. അപ്പൊ അതിൽ നെഗറ്റീവായിട്ട് ഇതിനകത്ത് വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഈ മന്ത്ലി വൈസ് 50 ടൺ ഗോൾഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗോൾഡ് റിസർവ് ബാങ്കിൽ റിസർവ് ആയിട്ട് പോകുന്നതാണ്. അപ്പൊ അത് കമോഡിറ്റിയിൽ വരാത്തത് കൊണ്ട് ആ ഒരു എമൗണ്ടിന്റെ കുറവാണ് ഈ ഒരു ഡെഫിസിറ്റ് ആയിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ളിൽ പോയി നമ്മൾ നോക്കേണ്ടതുണ്ട്. പക്ഷെ എന്നാലും പ്രാഥമികമായിട്ട് ഇതാണ് അവസ്ഥ. GDP-യിൽ കുറവൊന്നും വന്നിട്ടില്ല. 6.5 നമ്മൾ നിലനിർത്തുമ്പോഴും നമ്മളുടെ ഫോറിൻ റിസർവിൽ 50 ബില്യൺ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല, പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് വരുന്ന ഫെബ്രുവരി ബഡ്ജറ്റിൽ കൃത്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നതാണ് പറയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ഇന്ത്യ ഏതാണ്ട് 1.5 മില്യൺ ഒരു വർഷത്തിൽ ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ് വേണ്ടാന്ന് വെക്കുകയാണ്. മനസ്സിലായി? അതായത് 15 ലക്ഷം വരുമാനം ഒരു വർഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇൻകം ടാക്സ് അടയ്ക്കേണ്ട. 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രം ഇനി ഇൻകം ടാക്സ് സബ്മിറ്റ് ചെയ്താൽ മതി. അത് ഇന്ത്യൻ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യയിൽ ഇപ്പൊ തന്നെ പർച്ചേസിംഗ് പവർ, ജനങ്ങളിൽ ഉണ്ടാകുന്ന പർച്ചേസിംഗ് പവർ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളിൽ പർച്ചേസിംഗ് പവർ ജനങ്ങളിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒരു എക്കണോമി സ്പീഡായിട്ട് മൂവ് ചെയ്യാനും സർക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം നടപ്പിലാക്കാൻ പോകുന്നത്. ഈ ഒരു വിഷയം ഫെബ്രുവരിയിൽ വരുന്ന ബഡ്ജറ്റിൽ സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കാൻ ഇരിക്കുന്നതാണ് അറിയാൻ പറ്റുന്നത്. ട്രോയ് എല്ലാവർക്കും അറിയാലോ, ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതാണ് ട്രോയ് എന്ന് പറയുന്നത്. അതായത് ഇൻഷുറൻസിന് എങ്ങനെയാണ് IRDA ഉള്ളത്, എങ്ങനെയാണോ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് സെബി ഉള്ളത്, അതുപോലെ തന്നെ ഈ ടെലിഫോൺ റെഗുലേറ്ററി ബോർഡ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെലിഫോൺ ഡേറ്റ, ഈ ഫോണിന്റെ റീചാർജ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെലിഫോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ഇന്ത്യയിലുള്ളത്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്, ട്രോയ് എന്നാണ് വിളിക്കുന്നത്. ഇവര് പുതിയതായിട്ടൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കല്ല, ഇത് കമ്പനികൾക്കാണ്. പൊതുവെ എല്ലാവർക്കും അറിയാലോ, എയർടെൽ, അതേപോലെ വോഡാഫോൺ ഐഡിയ, അതേപോലെ ജിയോ, ഇതാണ് മേജർ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇന്ത്യയിൽ. അപ്പൊ ഈ ഒരു പ്ലെയറിന്റെ ഇടയിൽ ഇവരിപ്പം കുറെ നാൾ കൊണ്ടേ കാണിക്കുന്ന ഒരു തട്ടിപ്പുണ്ട്. ഈ തട്ടിപ്പിനെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ട്രോയ്. ഇവരെന്താണ് ശരിക്കും പറഞ്ഞെന്ന് പറഞ്ഞാല്, ഇപ്പം കുറെ കാലം കൊണ്ടേ നമ്മൾ അനുഭവിച്ചു വരുന്ന പറഞ്ഞാൽ ബൾക്ക് ആയിട്ടുള്ള റീചാർജ് ബണ്ടിലുകളാണ് ഇവർ കൊടുക്കുന്നത്. അപ്പൊ ഫോഴ്സ്ഫുള്ളി ഇവർ കൊടുക്കുകയാണ്. അതായത് ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ റീചാർജ് ചെയ്യാൻ കഴിയുന്നുള്ള അവസ്ഥയാണ് ഇപ്പൊ തുടരുന്നത്. പണ്ട് 20 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ നമുക്ക് ടോപ്പ് ചെയ്ത് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ അത് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഇവര് ഫോഴ്സ്ഫുള്ളി കൊടുക്കും, നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കുകയാണ്. അതായത് ഡേറ്റ വേണ്ട ആൾക്കും വേണ്ടാത്ത ആൾക്കും ഡേറ്റ കൊടുക്കുകയാണ്. അതിനൊരു നിശ്ചിതമായ ഒരു ചാർജ് 200, 300 എന്ന് പറഞ്ഞൊരു ബണ്ടിലാണ് വെച്ചിരിക്കുന്നത്.
ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിപ്പോ ഈ കമ്പനികൾക്ക് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ വോയിസ് കോളിനും SMS-നും സെപ്പറേറ്റ് ഒരു പാക്കേജ് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടും. കാരണം ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഈ ഡേറ്റ യൂസ് ചെയ്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേപോലെ ഈ ഒരു 2G ഉപയോഗിക്കുന്ന ആൾക്കാർ, 3G ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പൊ അതുപോലെ ചെറിയ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാവും എന്നാണ് പറയപ്പെടുന്നത്. ഇതിലേതാണ് 15 കോടി പേർക്ക് ഈ ഒരു നിയമം മൂലം, അതായത് ഈ ഒരു തിരുത്തി വന്ന നിയമം മൂലം ഗുണം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത് മേടിച്ച് ഇങ്ങനെ പേഴ്സിൽ വെച്ചുകൊണ്ട് പോകാനുള്ള ഒരു നിയമമല്ല, ഇത് കമ്പനികൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡേറ്റയ്ക്ക് സെപ്പറേറ്റും അതേപോലെ വോയിസ് SMS ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു താരിഫ് ഈ മൊബൈൽ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് നൽകേണ്ടതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ അത് നിയമലംഘനമായിട്ട് കരുതപ്പെടും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രൊവൈഡറിന്റെ അടുത്ത് ഇതിനു വേണ്ടി ആവശ്യപ്പെടാന്നുള്ളതാണ്. ഇപ്പൊ ഡേറ്റ വേണ്ടാത്ത ആൾക്കാർക്ക് ഡേറ്റ വേണ്ട. അപ്പൊ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പാക്കേജ്, ഇന്റർനെറ്റിന് വേണ്ടി മാത്രം സെപ്പറേറ്റ്, അതുപോലെ തന്നെ വോയിസ് കോളിനും SMS-നും വേണ്ടി സെപ്പറേറ്റ് പഴയ ഒരു പാക്കേജ് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു പുതിയ നിയമം വന്നിരിക്കുന്നത്. ഇതും വളരെ നല്ല നിയമമാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.